വീട്ടിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇറച്ചിയോ മീനോ ചിക്കനോ അതുപോലെ കറിയോ ഒന്നും ഇല്ലാത്തപ്പോൾ ഇത് മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ ഒരു ഐറ്റമാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഒരു 8-10 ചെറിയ ഉള്ളി, അതേപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് പുളി, പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മുട്ട വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം ഇവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ രീതിയിൽ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കി എടുക്കുക. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 മുട്ട വെച്ചിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഈ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കരുത്. കുറച്ചൊക്കെ വലിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് ചിക്കി പരത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ഒരുപാട് ചെറുതാക്കി കൊടുക്കരുത്. ഈ രീതിയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടയിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ആദ്യം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും. ഒരുപാട് കൂടിപ്പോവേണ്ട, നമ്മൾ ഉപ്പ് ഇനിയും വീണ്ടും ചേർക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇപ്പോൾ ഇത്രയായപ്പം മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ആ ഒരു സെയിം പാനിൽ തന്നെ വീണ്ടും നമുക്ക് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് വറ്റൽമുളക് വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 വറ്റൽമുളക് ആട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ചെറിയ തീയിലിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഉള്ളിയുടെയൊക്കെ ആ ഒരു മിക്സ്, അത് ഇതിലേക്ക് ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. ആ ഒരു ചെറിയുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരെ മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിൽ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കരുത്. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ നമ്മൾ ഉപ്പ് ഒട്ടും ചേർത്തിട്ടില്ല, പിന്നെ മുട്ടയിൽ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. മുട്ടയുടെ ഉപ്പൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടയുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലിട്ട് നന്നായിട്ട് തന്നെ വരട്ടിയെടുക്കുക. ആ വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബായി പോയി നല്ല ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ പോയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പുളിയും എരിവും ഒക്കെ ഉള്ളൊരു അടിപൊളി ആയിട്ടാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. ചോറിന് വേറൊരു കൂട്ടാനും ഇല്ലെങ്കിലോ ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് ചോറ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്